നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ഹരിശങ്കർ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം ബബിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ മുറിയിലേക്ക് വരണമെന്ന്. ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബബിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഹരിയേട്ടൻ തൻ്റെ പിന്നാലെ വരുമെന്നും തൻ്റെ വീഡിയോ പിടിക്കുമെന്നൊക്കെ. ആ വീഡിയോസ് ഹരിയേട്ടൻ്റെ ഫോണിലുള്ളിടത്തോളം കാലം താൻ ഹരിയേട്ടൻ പറയുന്നതൊക്കെ അനുസരിക്കണം. എങ്ങാനും അച്ഛനോ അല്ലെങ്കിൽ അങ്കിളുമാരോ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം തീർന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്തും വല്ലാത്ത ടെൻഷനായി. ഇന്ന് വരെ ബബിതയ്ക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. അവളുടെ കൂടെ ചുറ്റാൻ പോയ സമയത്തൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു. ഈ പറയുന്ന അലീനയെ വരെ വെല്ലുവിളിച്ചിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നല്ല ഇടിവിട്ട് പണിയാ കിട്ടിയിരിക്കുന്നത്. ബബിതയിരുന്ന് പൊട്ടിക്കരയുവാണ്. ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഇത്. അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഹരിശങ്കർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതെങ്ങാനും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കേസാവും കൂട്ടവും. പിന്നെ അറിയാലോ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമ്മതല ചുറ്റുന്ന പോലെ ഇരുന്നാണ് ബബിത കരയണേ. ആ സമയത്ത് കമല ശിവശങ്കറിൻ്റെ അടുത്ത് ചെന്നു. ശിവശങ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അത് കേട്ടപ്പോൾ ശിവശങ്കർ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളേ? ബബിതയും രോഹിത്തും ഒക്കെ അറിയാലോ, കുറേ നാളായി ഇവിടെ വന്നിട്ട്. ഇതുവരെയായിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ എങ്കിൽ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേണം ഉത്തരവാദിത്തം പറയാനെന്ന് പറഞ്ഞു. ശിവ ചോദിച്ചു, നീ എന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല, ആ ബബിതയുടെ പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. എപ്പം നോക്കിയാലും ഫോണിനകത്ത് തന്നെയാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ ഒരു പോക്കങ്ങോട്ട് പോയിട്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും തിരികെ വരുന്നത്. ഇനിയിപ്പം ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നേർവഴി പോയില്ലെങ്കിൽ വൈജിയാണെങ്കിലും ബാലേന്ദ്രനൊക്കെയാളും കുറ്റപ്പെടുത്തുന്നത് എന്താ? ഇവിടെ വന്നിട്ട് പഴിച്ചു പോയെന്നല്ലേ പറയുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ടോ ശിവേട്ടാന്ന് ചോദിക്കുകയാണ്. ശിവശങ്കരൻ ആലോചിച്ചു, പറയുന്നതിലും കാര്യമുണ്ട്. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണേ. അതിനുശേഷം രാജീവിനെയും കൂടെ വിളിച്ചു. 3 പേരും കൂടെ ആലോചിക്കുന്ന സമയത്ത് രാജീവൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എത്രയും പെട്ടെന്ന് അവരെ അവിടെ കൊണ്ടുവിട്ട് ബാധ്യത ഒഴിവാക്കുന്ന. അവിടെ കൊണ്ടേ വിടുവാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഇതിൻ്റെ പേരിൽ എന്ത് വയ്യാവേലി വന്നാലും സ്വന്തം വീടല്ലേ, ബാലേന്ദ്രൻ ഏറ്റോളും. പക്ഷെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അത് ശരിയാ, ഞാനാണ് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. കമല പറഞ്ഞു, അതാ പറഞ്ഞേ, ശിവേൻ്റെ തലയിൽ കുറ്റം ഇരിക്കുള്ളൂ. വലിയ ആളും കളിച്ച് വിളിച്ചുകൊണ്ട് പോയതല്ലേടാ നീ. എന്നിട്ടോ എൻ്റെ മക്കളെ നീ നേരാമണ്ണം നോക്കിയില്ലെന്നൊക്കെ പറയും. രാജീവൻ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്തായതൊന്നും പറയാൻ പറ്റില്ല. ഇത്ര കാശും ഇത്ര ഇതും കൂടെ കാണാൻ ഇച്ചിരി ഭംഗിയും കൂടെ ഉണ്ടപ്പോൾ തീർന്നു. അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനമായി. അത് കേട്ടപ്പം കമല പറഞ്ഞു, ആ ബബിതയുടെ പോക്കൊന്നും അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പം നോക്കിയാലും ഫോണിനകത്താ, ഒന്ന് അടുക്കള സഹായിക്കാൻ പോലും വരാറില്ലെന്ന് പറഞ്ഞു. രാജീവൻ പറഞ്ഞു, അടുക്കള സഹായിക്കാൻ വരുന്നതൊക്കെ പോട്ടെ, പഠിക്കാൻ വിടുന്ന സമയത്ത് പഠിച്ചാൽ പോരെ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, പഠിത്തമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കണക്കിന് പോവുകയാണെങ്കിൽ അവളൊക്കെ ജയിക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ല, ഇപ്പം പിന്നെ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായില്ല, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഇപ്പം അവിടെയാണെങ്കിൽ പിന്നെ ബാലേന്ദ്രനാളും ചോദിച്ചോളും. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, അതൊരു പോയിന്റ് തന്നെയാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടാൻ വഴിയുണ്ട്. ഇപ്പം സ്വന്തം വീട്ടിലാണെങ്കിൽ ബാലേന്ദ്രൻ നല്ല ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് കൊണ്ടേ വിടാനായിട്ട്. ഇതേ സമയത്ത് രേവതിക്കുട്ടി കോളേജൊക്കെ വിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ പറഞ്ഞു, നമുക്ക് പുറത്ത് പോയാലോ എന്ന് ചോദിക്കണം. അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയോട് പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞു. രേവതിക്കുട്ടി പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുമ്പോഴത്തേനും ഗ്രേസമ്മ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ചോദിച്ചു, എങ്ങനെയുണ്ട് ആൻറ്റി? എന്നെ കാണാൻ നല്ല ലുക്കായെന്ന് ചോദിക്കാം. പിന്നല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊഞ്ചു പോലെ ഇരുന്ന, ഇപ്പോഴോ നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല മിടുക്കിയായില്ലേ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, പിന്നെ അതുകൊണ്ടൊന്നും അല്ല, പിന്നെന്താ? അതെ, എൻ്റെ അങ്കിളുടെ ആൻറ്റിയും കിട്ടിയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയം ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, ഇവൾക്ക് അങ്ങനെ ഈ അവകാശം പറഞ്ഞുകൊണ്ട് ആ രമേശൻ നായർ ഇങ്ങോട്ട് വരുമോ, കൊണ്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് 2-3 വട്ടമായി വിളിക്കുന്നേ. എങ്ങനെ ഇവളെ കൊണ്ട് പോയി കാണിക്കും? അയാളാണ് മരിക്കാനും കിടക്കുക. പിന്നീട് അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്ത് ഗ്രേസമ്മ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കോളേജിലൊക്കെ പോകുന്നല്ലേ, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അതിൻ്റെ കാര്യമൊന്നുമില്ല ആൻറ്റി, ഇപ്പം തന്നെ ആവശ്യത്തിന് മിച്ചം ഉണ്ടല്ലോ എന്ന് പറയണം. പിന്നെ അതൊന്നും പോരാ, കോളേജിലൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ രീതിക്ക് വേണ്ടേ പോവാനായിട്ട്.
നല്ല ഡ്രസ്സൊക്കെ ഇട്ടും വേണം പോവാനായിട്ട്. ഒന്നും വല്ലേലും ഇവിടുന്ന് പോകുന്നതല്ലേ, 4 ആൾ കണ്ട മൂക്കത്ത് വിരയിൽ വെക്കൂ അല്ലെങ്കിൽ എന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതിക്ക് വീട്ടിക്കൊണ്ട് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ ഇവളെയും കൊണ്ട് രമേശൻ നായരുടെ അടുത്തേക്ക് പോകണം. അവിടെ പോയിട്ട് അയാളെ കാണിക്കുന്ന സമയത്ത് അവർക്കും തോന്നലല്ലോ തൻ്റെ മോളെ ഇവര് ശരിക്കുമല്ല നോക്കുന്നതെന്നൊക്കെ. നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഗ്രേസമ്മയുടെ മാമച്ചനും ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെയാണ് രേവതിക്കുട്ടിയെ കൊണ്ടു നടക്കുന്നത്. സ്വന്തം മകളായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഇതേ സമയത്ത് ബബിത മുറിയിലിരുന്ന് കരയുവാണ്. ബബിതയെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആഹാരം കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ച് വന്ന് കമല വിളിക്കുന്നുണ്ട്. പക്ഷെ ബബിത പോകാനായിട്ട് കൂട്ടാക്കില്ല. ബബിത പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കമലയെ പറഞ്ഞു വിട്ടു. പിന്നീട് കമല കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. കമല അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഇതേ സമയത്ത് ഹരിശങ്കർ മുറിയിരുന്ന് ആലോചിക്കുകയാണ്. അവൾ വരും, അവളോട് എന്താ ചോദിക്കേണ്ടെന്നൊക്കെ ആലോചിച്ചു. അവളെ വെച്ചൊരു കളിയുണ്ട്. മാക്സിമം അവൾ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. അവളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തൻ്റെ കയ്യിലുണ്ടെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അവൾക്ക് നല്ല ഭയമുണ്ട് ഇപ്പം താനിത് ആരെങ്കിലും കാണിക്കുമെന്നൊക്കെ. അവൾ ഇഷ്ടം പോലെ പൈസയും സ്വർണ്ണമൊക്കെ എന്താണെങ്കിലും തരും. ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട. പൈസയുടെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷെ അത് പോരല്ലോ. അപ്പോഴേക്കുമാണ് രോഹിത് വരുന്നത്. രോഹിത് അങ്ങോട്ട് വന്നു. അങ്ങനെ ഹരിശങ്കറോട് സംസാരിക്കുന്ന സമയത്ത് രോഹിത് ഹരിശങ്കറോട് ചോദിച്ചു, അല്ല എന്തേലും വിവരം കിട്ടിയോ, അവളുടെ കാമുകനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞേ ഒന്നുമില്ലാന്ന് പറയണം. തൽക്കാലത്തേക്ക് ഇവൻ അറിയണ്ട, ഇവൻ അറിഞ്ഞാൽ ശരിയാവത്തില്ല, തൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, ഇത് വെച്ചൊരു കളി കളിക്കണം. അങ്ങനെയൊക്കെയാണ് ഹരിശങ്കറിന്റെ മനസ്സിലെ തീരുമാനം. ഈ സമയം രോഹിത് പറഞ്ഞു അധികം വൈകാതെ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണമെന്ന് പറയണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഹരി, എന്താണെങ്കിലും അമ്മ വരുന്നതിന് മുമ്പ് നമുക്ക് കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണമെന്ന് പറഞ്ഞു. ഹരി പറഞ്ഞു അത് ശരിയാ, നമുക്ക് പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹരി വാക്ക് കൊടുക്കുന്നുണ്ട്. അതേസമയം അലീന വീട്ടിലേക്ക് വരുവാണ്. അപ്പം വൈജയന്തി ആണെങ്കിൽ അലീന 7 അയലക്കത്ത് പോലും അടുപ്പിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അലീനയോടൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞേ. അപ്പം ബൈസ്റ്റാൻഡറായിട്ട് വേറെ ആരുമില്ല, വേറെ വേണ്ടെന്നൊക്കെ പറയുന്നേ. പിന്നെ നേഴ്സുമാർക്ക് എന്നെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അലീന കുറേ സമയം കൂടെ അവിടെ നിന്നിട്ടാണ് പോരുന്നത്. കാരണം പെട്ടെന്ന് അങ്ങനെ ഓടി വരാൻ പറ്റില്ലോ, ആരെങ്കിലും അവിടെ വേണമല്ലോ. ഏകദേശം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അലീന വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് ചോദിച്ചു അമ്മയെ കണ്ടോ, അമ്മ എന്ത് പറഞ്ഞു അലീന ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. അലീന പറഞ്ഞു അമ്മയുടെ കാര്യമല്ലേ, നിനക്കറിയാവുന്നതല്ലേ, ചേച്ചീനെ അടുപ്പിച്ച് കാണത്തില്ലല്ലേ, എന്തിനാ ചേച്ചി പോയത്, വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു ആരെങ്കിലും വേണ്ടേ മോളെ നോക്കാനായിട്ട്, പിന്നെ അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലേ, പിന്നെ ചേച്ചി പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിലും ഇങ്ങനെ വയ്യാതെ കടന്നിട്ടും അമ്മയുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അമ്മയ്ക്ക് മുമ്പ് എന്നോട് ദേഷ്യമായിരുന്നല്ലോ, ആ ദേഷ്യം ഇപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ട്, അമ്മേനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്നോട് പോവണ്ടെന്ന് പറഞ്ഞാൽ നീ അനുസരിക്കില്ല, അവളുടെ വായിലിരിക്കുന്ന കേട്ടാലോ നിനക്ക് തൃപ്തി ആവത്തുള്ളൂ അല്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു അതൊന്നും സാരമില്ല അച്ഛാ, എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, പിന്നെ അമ്മയ്ക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം, അമ്മയുടെ ദേഷ്യം എപ്പോഴേലും മാറുമായിരിക്കും എന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനെങ്കിലും അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ല, അവളിനി പഠിക്കാൻ പോകുന്നുള്ളൂ, അവളുടെ വിചാരം കൊല്ലപ്പള്ളിക്കാർ നോക്കുന്നോർത്ത് അവളിരിക്കുന്നത്, 10 ദിവസം കഴിഞ്ഞോട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യട്ടെ, ആരും നോക്കും നമുക്കറിയാം, അവസാനം നിന്റെ കാൽച്ചോട്ടിലേക്ക് തന്നെ വരും മോളെ അവള്, വേറെ എങ്ങോട്ട് പോവാനെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും അലീന പിന്നെ അത് കൂടുതലായിട്ട് കാര്യമാക്കി എടുക്കാൻ പോയില്ല. അലീനയ്ക്കറിയാം, കാരണം അവസാനം താൻ മാത്രം നോക്കാൻ കാണുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്കറിയാം. ഈ പറയുന്ന വൈജയുടെ സ്വഭാവം വെച്ച് വൈജയനെ ആരും തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. ഈ സമയത്ത് ഹരിശങ്കറിന്റെ മുറിയിലേക്ക് ബബിത ചെല്ലുവാണ്. അപ്പം മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും ഹരി പറഞ്ഞു കയറി വരാൻ പറയണം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ബബിതയ്ക്ക്. ഇനി കൂടുതൽ കാശ് ചോദിക്കോ അതെന്താ ചോദിക്കണമെന്ന് അറിയില്ലോ. അങ്ങനെ ടെൻഷനോട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ കഥയൊക്കെ അങ്ങോട്ട് കുറ്റിയിടുവാണ്. കുറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത ചോദിച്ചു അല്ല എന്താ ഹരിയേട്ട എന്നോട് വരാൻ പറഞ്ഞേ, ഞാൻ എന്താ ചെയ്ത് തരണ്ടേന്നൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തരാൻ പറ്റുന്നതൊക്കെ ഞാൻ തരാം, പൈസ എങ്കിൽ പൈസ, സ്വർണ്ണമെങ്കിൽ സ്വർണ്ണം, എൻ്റെ സ്വർണ്ണമൊക്കെ ഞാൻ തരാമെന്ന് പറയണം. ഹരിശങ്കർ പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം, അല്ല ഹരിയേട്ട ഈ വീഡിയോ എങ്ങനെയല്ലോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറയാം. ഡിലീറ്റ് ചെയ്യാം, നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ, പക്ഷെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറയാം. എന്ത് അതൊക്കെ ഉണ്ടെന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ബബിതയ്ക്ക് പെട്ടെന്നൊരു ഞെട്ടലായി. ബബിത അങ്ങോട്ട് മാറി മാറി പോവാണ്. അപ്പോഴേ ഈ ഹരിശങ്കർ വെച്ചു നീ എന്തിനാ മാറി മാറി പോന്നേ, അവിടെ നിൽക്കാൻ പറയാണ്. ഇത് കേട്ടപ്പം
ഭവിത ചോദിച്ചു, എന്താ ഹരിയേണ്ട ഉദ്ദേശം എന്താന്ന് ചോദിക്കണം. ഓ, നിനക്ക് അവൻ്റെ കൂടെ പോയി ഇത്രയും കാലമായിട്ടും നടക്കുകയും കിടക്കുകയും എല്ലാം ചെയ്യാം, അപ്പം എൻ്റെ അടുത്ത് വരുമ്പോഴാണ് നിനക്ക് ബുദ്ധിമുട്ടുള്ള അല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ബബിത ഹരിയെ നോക്കണം. ഹരിയുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവന് പണ്ടേ ഇത്തിരി സ്വഭാവമുള്ളതാണ്, വല്ലാത്ത വൃത്തിയുടെ സ്വഭാവമുള്ളതാണ്. അപ്പോൾ അവന് അത് അവളുടെ അടുത്തും ബബിതയുടെ അടുത്തും ആ സ്വഭാവം എടുക്കാനായിട്ട് വരുവാണ്. ബബിത ആകെപ്പാടെ പേടിച്ച് പറിച്ചു പോയി. ബബിതയെ കെടുകിടെ വരയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. മോഹം എല്ലാം വേറെ തൊഴുകുവാണ്. ദൈവമേ, ഇവിടുന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുമെന്ന് പോലും അറിയത്തില്ല. ഹരിശങ്കർ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെ അങ്ങോട്ട് പോയാലോ, ഞാൻ പറയുന്ന അനുസരിക്കണമെന്ന് പറയണേ. എനിക്ക് പണമോ സ്വർണമോ മാത്രം പോരാ, വേറെ പലതും വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ബബിത എന്ത് ചെയ്യണമെന്ന് അത് ഹരിയെ നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഹരിശങ്കറുടെ ഉദ്ദേശം ശരിയല്ല. അവൻ എന്താണെങ്കിലും ബബിതയെ മിസ്യൂസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ ബബിതയ്ക്ക് പക്ഷെ പുറത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.